കോൾ. നമുക്ക് സോഫി ആരാണെന്ന് അറിഞ്ഞു വരാം. ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, യാതൊരു ബന്ധവുമില്ല. പക്ഷേ കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമും ഓച്ചിറ സ്വദേശിനി സോഫിയ ബെന്നിയും കർമ്മം കൊണ്ട് ഇന്ന് സഹോദരങ്ങളാണ്. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള പണസമാഹരണത്തിന്റെ ഭാഗമായി ബോബി ചെമ്മണ്ണൂർ എറണാകുളത്തെത്തി. അന്ന് സോഫിയ ബെന്നി എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അബ്ദുൾ റഹീമിനെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ പണമായി ഒന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് കെട്ടുതാലി മാത്രം. ഭർത്താവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അദ്ദേഹവും സോഫിയയുടെ നല്ല മനസ്സിന് പിന്തുണ നൽകി. എന്റെ കയ്യിൽ പൈസ ആയിട്ട് കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്റെ മിന്നും കുറിച്ചും കയ്യിൽ വെച്ചിരിക്കുക. ഞാൻ അതിങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുക. എനിക്കൊരു സർജറി കഴിഞ്ഞതിന് ശേഷം അത് ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല. അപ്പൊ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരുന്നായിരുന്നു. അപ്പൊ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ അത് ഞാൻ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോ പുള്ളി എന്റെ ഇഷ്ടം പോലെ ചെയ്തോളാനാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇത് കൊടുക്കുമായിരുന്നു ചെയ്തത്. അബ്ദുൾ റഹീം കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായി. അന്ന് തന്നെ സോഫിയയുമായി വീഡിയോ കോളിൽ സംസാരിച്ചു. ഭയങ്കര സന്തോഷമായി. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല സത്യമായിട്ട്. സ്വന്തമായി വീട് പോലുമില്ല സോഫിയ ബെന്നിക്ക്. ആ അവസ്ഥയിൽ കഴിയുന്ന സ്ത്രീയാണ് ആകെയുണ്ടായിരുന്ന സ്വർണം ഒരു ജീവൻ രക്ഷിക്കാനായി നൽകിയത്. വ്ളോഗർ വഴി പറഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചത് വലിയ സന്തോഷമുണ്ട്. കാരണം ഇത്രയും പേര് ചെയ്തതെന്ന് എന്നെ മാത്രം വിളിച്ച് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും തന്റെ പ്രിയ സഹോദരൻ ഓച്ചിറയിലേക്ക് എത്തുന്നത് കാത്തിരിക്കുകയാണ് സോഫിയ ബെന്നി എന്ന നല്ല മനസ്സിനുടമ. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വളരെ കുറച്ച് മനുഷ്യർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലേ? കണ്ണൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, പലപ്പോഴും കൊല്ലത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പപ്പടത്തിന്റെ പേരിലടി, ലേസിന്റെ പേരിലടി, അങ്ങനെയൊക്കെ കൊല്ലത്തെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അവിടെയാണ് നോക്കൂ, ആ നാടിന് അഭിമാനിക്കാവുന്ന തരത്തിൽ ഒരു യുവതി സോഫി ബെന്നി ആകെയുള്ള ഒരു സ്വർണ്ണ താലിമാല അത് ഊരി നൽകുകയായിരുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നല്ല പ്രവൃത്തി ചെയ്തത്. ഈ നന്മയെ കുറിച്ച് കണ്ണൻ എന്താണ് പറയാനുള്ളത്? അതിനുശേഷം എന്ത് തന്നെയായാലും ഒരു പൂർണ്ണമായും തനിക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവർക്കൊക്കെ ഒരു കടപ്പാടമടക്കമുള്ള കാര്യങ്ങൾ നൽകാൻ വിവിധ സന്നദ്ധ സംഘടനകൾ തയ്യാറാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അവരോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അവരെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ പറയുന്നത്. എന്തുതന്നെയായാലും ഈ സോഫിയ എന്ന് പറയുന്ന സഹോദരി ഓച്ചിറ സ്വദേശിനിയാണ്. അവർക്ക് അവരുടെ ആ നല്ല മനസ്സിന് 100% അവർക്ക് ഒപ്പം, അല്ലെങ്കിൽ അവർക്കൊരു നല്ല പിന്തുണ നൽകുകയാണ്, നല്ല കൈയ്യടി നൽകുകയാണ്. തീർച്ചയായും കണ്ണൻ.